സ്വർണ്ണക്കൊള്ള നടന്നെന്ന സ്ഥിരീകരണവുമായി നിർണായക ശാസ്ത്രീയ പരിശോധനാ ഫലം. ദ്വാരപാലക പാളികളിൽ നിന്നും കട്ടളപ്പാളിയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കപ്പെട്ടെന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് VSCയുടെ പരിശോധനാ ഫലത്തിലുള്ളത്. കേസിൽ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. SITയെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ പ്രതികരിച്ചു. ശബരിമല ദ്വാരപാലകർ, കട്ടളപ്പടികൾ, വാതിലുകൾ ഇവയിലുള്ള സ്വർണം അടിച്ചു മാറ്റിയ തീവെട്ടിക്കൊള്ള കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ പരാജയത്തിന്റെ ഒരു കാരണവും അതാണ് എന്ന് വ്യക്തമായപ്പോൾ ഈ SITയിൽ ചില ആളുകളെ കടത്തിവിട്ട് ഞങ്ങളെ പോലെയുള്ള ദൈവവിശ്വാസികളായ കോൺഗ്രസുകാരായ ആളുകളെ കൂടി ഇതുമായി ബന്ധപ്പെടുത്തി ഇതിന്റെ ഗ്രാവിറ്റി കളയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വാജിവാഹനത്തിന്റെ കഥ അറിയാമായിരുന്നിട്ടും നുണയായി പ്രചരിപ്പിച്ചത്. ഈ ധ്വജപ്രതിഷ്ഠ ഉപയോഗിച്ച സ്വർണത്തിന് കണക്കില്ല എന്ന് പറയുന്ന ഏത് മൂഢനാണ്? കേരള ഹൈക്കോടതിയിൽ ASP കുറിപ്പ് കൊടുത്ത കണക്കിനകത്ത് ഓരോ ദിവസവും ഉപയോഗിച്ച രാവിലെ തൂക്കം എത്രയാണ്, വൈകുന്നേരം തൂക്കം എത്രയാണ് എന്ന് കാണിച്ചുകൊണ്ട് കൃത്യമായ കണക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, VSC കൊടുത്ത റിപ്പോർട്ട് നാളെ അതിന്മേലുള്ള ഇടക്കാല റിപ്പോർട്ട് SIT കൊടുക്കാൻ പോവുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. VSC കൊടുത്ത റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് തന്നെയാണ്. അതിൽ തൂക്കത്തിൽ കുറവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് പോറ്റിക്കും കൂട്ടർക്കും അത് വലിയ രീതിയിൽ തിരിച്ചടിയാവില്ലേ? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന ഏറ്റവും നിർണായകമായ റിപ്പോർട്ടാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം. VSSCയിൽ നടന്നിട്ടുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം. ശബരിമലയിൽ നിന്ന് എടുത്തിട്ടുള്ള 15 സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്നും ആ സ്വർണ്ണക്കൊള്ള ദ്വാരപാലക ശില്പപാളികളിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നുമാണ് നടന്നിട്ടുള്ളതെന്നുമുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് കൂടിയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ VSSC സമർപ്പിച്ചത്. അത് ഏറ്റവും ഒടുവിൽ SITയുടെ കൈകളിലേക്കും എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അറിയേണ്ടത് എത്ര സ്വർണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചെത്തിച്ചപ്പോൾ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആയോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ വ്യക്തത വരുത്തേണ്ടതും. നാളെ ഹൈക്കോടതിയിൽ SIT ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം സമർപ്പിക്കും. തുടർന്ന് ഹൈക്കോടതിയായിരിക്കും ഇത് സംബന്ധിച്ച് എന്തൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുക. അതേസമയം തന്നെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളിൽ ആരെങ്കിലും സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്നത് തടയാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് കൂടി SIT കടക്കുകയാണ്. ഫെബ്രുവരി 3 മുൻപേ ആദ്യഘട്ട കുറ്റപത്രം, അതായത് പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് SIT ആരംഭിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം നേടിക്കൊണ്ട് പുറത്തിറങ്ങുന്നത് തടയുക എന്നുള്ളതാണ് SIT ലക്ഷ്യമിടുന്നത്. അതിനുശേഷം അധിക കുറ്റപത്രങ്ങൾ സമർപ്പിക്കും. നിലവിൽ VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതോടുകൂടി കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മറ്റ് യാതൊരുവിധ സാങ്കേതിക തടസ്സങ്ങളും ഇല്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് കൂടിയാണ് SIT എത്തിയിരിക്കുന്നത്. നാളെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാകും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. അരുൺ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്.